വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം. വചനം ദൈവത്തിൻ വചനം. എടാ, ഞാനാ വിനു. ഞാനിവിടുന്ന് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങളാ കുരിശുപള്ളിക്ക് മുന്നിൽ നിന്നാ മതി. യുവജന ക്യാമ്പാ, നമുക്കത് തകർത്തു കൊടുക്കാവടാ. എടാ ബിനു, നീ എവിടെ പോവാ? എടാ നിക്ക്, ഞാൻ വിളിക്കാവടാ. ഒരു മിനിറ്റേ. നീ എപ്പോഴാ തിരിച്ചു വരിക? അപ്പത്തിനൊന്നും മിണ്ടായിരുന്നേ. ഒരാള് ഫോൺ ചെയ്യുമ്പോഴാണോ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എപ്പോ വരുമെന്ന് തോന്നുമ്പോ വരും. ഹലോ. ആ എടി, അമ്മ വന്നിട്ടില്ല. ഓ ഓ, ഞാൻ പോയി നോക്കാം. ആ, ഈ അമ്മ ഇത് എവിടെ പോയി? ഓ, മോനായിരുന്നു. അമ്മയുടെ അടുത്ത് വന്നായിരിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ അമ്മയുടെ കുഴിമാടത്തിലേക്ക് വന്ന് കുറച്ചു നേരം നിന്നിട്ട് പോകുമ്പോ മനസ്സിനൊരു ആശ്വാസം. അതങ്ങനെയാ മോനെ. നിങ്ങൾ മക്കളെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്ന അമ്മ. പക്ഷെ എന്തു ചെയ്യാം, കർത്താവ് അവൾക്ക് അത്ര ആയുസ് കൊടുത്തിരുന്നുള്ളൂ. ഈ വരുന്ന ചിങ്ങ 20 വരുമ്പോ 10 വർഷമാകുമല്ലേ? അതെ. പാവം, ഒടുവിൽ ഒരുപാട് വിഷമിച്ചിരുന്നു. കുർബാന കഴിയുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ ഇവിടെ വരും ഞങ്ങള്. അവള് നിങ്ങളുടെ അപ്പന്റെ കുഴിമാടത്തിലും ഞാൻ എൽദോന്റെ അപ്പന്റെ കുഴിമാടത്തിലും വന്ന് ഒരുമിച്ചാ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോഴാ അവളും ഞാനും ഞങ്ങളുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും എല്ലാം പരസ്പരം പറയുന്നത്. ചേർത്തിയോടായിരുന്നല്ലോ അമ്മ എല്ലാം പറഞ്ഞിരുന്നത്. എന്നോടെല്ലാം പറഞ്ഞിരുന്നതല്ല മോനെ, അവളെ കേൾക്കാൻ ഞാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നതാ സത്യം. നിങ്ങൾ മക്കള് എപ്പോഴെങ്കിലും അവക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് അന്വേഷിക്കുകയോ കേൾക്കുകയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഭാര്യമാരെ സ്നേഹിക്കണം മോനെ. അത് പക്ഷേ പെറ്റ തള്ളയെ വേദനിപ്പിച്ചുകൊണ്ടാകരുത്. ചേർത്തി, എനിക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്റെ അമ്മയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോ, മനസ്സിലാക്കുമ്പോ മനസ്സ് വിഷമിക്കും. അപ്പൊ ഇവിടെ എത്തും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. ഞാൻ എപ്പോഴും ആലോചിക്കും മോനെ, ഒട്ടുമിക്ക മക്കളും ചില മാതാപിതാക്കളും ഒക്കെ ഇങ്ങനെയാ. ജീവിച്ചിരിക്കുമ്പോ മനസ്സിലാക്കാതെ പോകുന്നതും പലതും മനസ്സിലാകുന്നതും മരണശേഷം. ശരിയാ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് 100% സത്യം. ചേർത്തി, മരിക്കുന്ന അന്ന് പോലും ഞാൻ ഇങ്ങനെയുണ്ടോ ഒരു നാശം? എപ്പോ നോക്കിയാലും ശ്വാസം മുട്ടില്, കൈവേദന, കാലുവേദന, വെറുതെ അങ്ങ് വിളിച്ചു പറയുക. അതെങ്ങനെയാ? കണ്ണിക്കട്ട മരുന്ന് എല്ലാം വാങ്ങിക്കഴിക്കും, എന്നിട്ടില്ലാത്ത അസുഖം ഉണ്ടാക്കി വെക്കും. ഇത് കുറച്ച് ചൂടുവെള്ളം കഴിച്ചാൽ മാറാവുന്നൊക്കെ ഉള്ളൂ.
എന്നിട്ട് നീ ചൂടുവെള്ളം കൊടുത്താ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. അതല്ലേ തിരുമുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കത് ഇറങ്ങുന്നില്ല. അതിനകത്തൊരു ഈച്ച കിടക്കുന്നു. അതങ്ങ് എടുത്തു കളഞ്ഞിട്ട് കുടിച്ചാ പോരെ അമ്മേ? മോനെ എന്താ? വെള്ളം വേണമെങ്കിൽ കുടിക്കണ്ട. അമ്മ അവിടെ മൂടി പൊളിച്ച് കിടന്നേ. ഇതൊക്കെ ഈ വേദന ശ്വാസം മുട്ടലൊക്കെ വെറും തോന്നലാന്ന്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ആ എന്തൊക്കെയോ അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് വൈകിട്ട് അമ്മ. വർഷം 10 കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മോൻ ഇന്നലെ എന്ന പോലെ ഓർത്തിരിക്കുന്ന കണ്ടോ? അതെ, അന്ന് എന്റെ അമ്മയ്ക്ക് എന്നോട് മറ്റൊന്നും ഒരിക്കലും എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അന്ന് ഒന്ന് അമ്മയ്ക്ക് പറയാനുള്ളത് കേൾക്കാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ. ശരിയെടുത്തി, ഞാൻ വരട്ടെ. ശരി മോനെ. ആഹാ, അമ്മ ഇവിടെ ഒന്ന് കാണാ. എന്താ നീന്ന് പോയില്ലേ? എങ്ങനെ പോകും? ഇതല്ലേ പാട്. എവിടെയെങ്കിലും പോയാ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളണം. ചില തെണ്ടിപ്പിള്ളേരെ പോലെ കറങ്ങി നടന്നോളും. എടാ വിൻസെന്റ്, നിനക്ക് വേറെ പണിയില്ലേടാ? അല്ല, കുറെ നാളുകൂടിയാ ഞാൻ അമ്മയെ കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പുരാണം പറഞ്ഞുകൊണ്ട് നിൽക്കണം. നീ മര്യാദ ഉള്ളവനാണെങ്കിൽ പ്രായമായ സ്ത്രീയല്ലേ നേരത്തെ വീട്ടിൽ പോന്ന് പറയണ്ടേ? ഇത് വേറൊരു മനുഷ്യനെ മെനക്കെടുത്താൻ. മോനെ, ഇനി എന്ത് കാണാൻ നിൽക്ക? പോയി വണ്ടി കയറി. വിൻസെന്റ് പോട്ടെ. യാത്രയൊക്കെ ഞാൻ പറഞ്ഞോളാം. അല്ല മോനെ, ഞാൻ ബാക്കിയൊക്കെ വീട്ടിൽ ചെന്നിട്ട് വെറുതെ അല്ല അവളത്. ഹലോ ഹലോ, വിൻസെന്റല്ലേ? അതെ തോമസേ, നീ പറയേ. അതെ ചേട്ടാ, ഇന്നല്ലേ നമ്മള് പാലക്കാട് മാറുമെടുക്കാൻ പോവാന്ന് പറഞ്ഞ ദിവസം. അതെന്താടാ നീ അങ്ങനെ ചോദിക്കണേ? അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട് ചേട്ടാ. ആ, എന്ത് പ്രശ്നം? ഇന്നലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ കാല് മുറുക്കി. 2 ദിവസം റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കണം. ഇന്ന് പോയി നാളെ മാർബിൾ എത്തിച്ചിട്ട് വേണം എനിക്ക് മറ്റന്നാ പണി തുടങ്ങാൻ. അത് നിനക്കറിയില്ലേ? എന്ത് ചെയ്യും ചേട്ടാ, കാലിന്റെ കാര്യതുകൊണ്ടാ. എടാ, ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞ വിശ്വസിച്ച് അയക്കാൻ പറ്റിയ ഒരാളെ കിട്ടണ്ടേ? അത് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ഏയ്, അത് വേണ്ട. 2 ദിവസം കഴിഞ്ഞ് നീ തന്നെ പോയാ മതി. മതിയോ? ആ, എങ്കി ഓക്കേട്ടാ. ആ വിൻസെന്റ് ഞാൻ നുണ പറഞ്ഞ് പറ്റിച്ച്. എന്റെ അമ്മ ഇനിയൊരു ആഗ്രഹം പറഞ്ഞ ഞാനത് നടത്തി തരാണ്ടിരിക്കോ? അല്ല മോനെ, ഞാൻ ഇന്ന് തന്നെ വേണമെന്നല്ല അമ്മ പറഞ്ഞത്. അയ്യോ, ഇന്ന് തന്നെ വേണോ അമ്മേ? ഇന്ന് തന്നെ നമ്മ വേളാങ്കണ്ണിക്ക് പോകും. മറ്റന്നാ നമ്മ തിരിച്ചു വന്നിരിക്കും. ഓ എന്റെ മോനെ. മോനെ, എന്നാലോ വിൻസെന്റിനോട് മൊന്നോണ പറഞ്ഞത് ശരിയായില്ല. എന്ത് കാര്യവും സാധിക്കണമെങ്കിൽ നേര് പറഞ്ഞിട്ട് വേണം. ശരി അമ്മേ, ഇനി വിൻസെന്റ് ജോലി എന്ന് പറഞ്ഞ് വിട്ടാലും ശരി, നമുക്ക് നേര് പറഞ്ഞിട്ട് വേളാങ്കണ്ണിക്ക് പോകാം. നിങ്ങളുടെ അമ്മയുടെ ഒരു പൂതി കേട്ടില്ലേ? എന്താ? വേളാങ്കണ്ണി പോണോന്ന്.
അമ്മ ഈ വയസ്സാം കാലത്ത് വേളാങ്കണ്ണിയിലൊന്നും പോണ്ട. ഞാനേ പള്ളിയിലെ ലീജിയൻ സ്റ്റാളിൽ നിന്ന് ഒരു വേളാങ്കണ്ണി മാതാവിനെ മേടിച്ചു തരാം. അത് നോക്കി പ്രാർത്ഥിച്ചാ മതി. അല്ല പിന്നെ കള്ളക്കരച്ചിലൊന്നും കരയണ്ട. വേളാങ്കണ്ണി പോകാൻ നടക്കുന്നു, അത് ഈ പരുവത്തില്. ഹലോ. അതെ ചേട്ടാ. എന്താണ് തോമസേ? ചേട്ടാ, ഞാൻ ചേട്ടനോടൊരു നുണ പറഞ്ഞു. എടാ, നീ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇന്ന് തന്നെ നീ നിന്റെ അമ്മയും കുടുംബത്തെയും കൊണ്ട് വേളാങ്കണ്ണിക്ക് പോകും. അല്ല, ചേട്ടനെ കളിയാക്കിയാണോ? കളിയാക്കിയോ? നിന്റെ അമ്മയുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ ഇത്ര ആത്മാർത്ഥത കാണിച്ച നിന്നെ കളിയാക്കാനോ? ഇവിടെ നിന്ന് അവിടെ പോയി തിരിച്ച് ഇവിടെ വരെ വരുന്നതിന്റെ ചെലവ് എന്റെ വക. ചേട്ടാ, വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം വരുന്നില്ലെങ്കിൽ വേണ്ട. ഒരു 1/4 മണിക്കൂറിനുള്ളില് ഞാൻ നിന്റെ വീട്ടിൽ വരും. പണം തരൂ, പോരെ? ഓക്കെ ചേട്ടാ. വാമ്മേ, സൂക്ഷിച്ച് സൂക്ഷിച്ചു വാ. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവിൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവിൻ. പ്രഭാഷകൻ 17-ാം അധ്യായം 25-ാം വാക്യം. ആഹാ, വന്നപാടെ ഇവിടെ ഇരിക്കുകയാണോ? 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കണ്ണി കണ്ടിടത്തൊക്കെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് നടക്കരുതെന്ന്. പള്ളിയിലെ കഴിഞ്ഞ നേരെ വീട്ടിലേക്ക് വരണമെന്ന്. അത് മോനെ, ഞാൻ സെമിത്തേരിയിൽ അപ്പന്റെ അടുത്ത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എല്ലാ ദിവസവും അപ്പന്റെ അടുത്ത് സെമിത്തേരി ചെന്നില്ലെങ്കിലേ ഇനി ചത്തുപോയി അപ്പനൊന്നും സംഭവിക്കാൻ പോണില്ല. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഓ, ഇനി ഇവിടെ തന്നെ ഇരിക്കാൻ പോണോ? എഴുന്നേറ്റകത്തു പോയി വല്ലയിടത്ത് കഴിക്കാമേ. ഞാനീ പറഞ്ഞതുപോലെ ആയിരിക്കില്ല അവളിങ്ങ് വന്നു കഴിഞ്ഞാ. പിന്നെ അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും എന്റെ അടുത്ത് വന്ന് പറഞ്ഞേക്കരുത്. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം വാക്യം. എൽദോ, ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്നോട് നിനക്ക് വിരോധം ഉണ്ടാക്കോ അതോ? എന്റെ വിൻസെന്റ്, നീ വലിച്ചു നീട്ടി പരത്തി പറയണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചങ്ങ് പറ. അതെ, ചേട്ടത്തിയുടെ കാര്യ. ചേർത്തിയോ? ഏത് ചേർത്തി? അല്ല, നിന്റെ അമ്മയുടെ കാര്യം. എന്റെ അമ്മയാ? അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്ക് നല്ല പ്രയാസമായുണ്ട്. ആ സമയത്ത് ആ സെമിത്തേരിയുടെ മുമ്പിൽ വെച്ചുള്ള നിന്റെ സംസാരം. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അല്ല, നിന്റെ ഈ സംസാരം കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എടാ, എന്റെ അമ്മയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ നീ എനിക്ക് പറഞ്ഞു തരണം. എന്താ, ഞാൻ കൊച്ചുകുഞ്ഞാ? എടാ, എന്റെ അമ്മയെ നീ വല്ലപ്പോഴും ഇത്തിരി നേരമല്ലേ കാണുന്നുള്ളൂ. ഞാനേ എന്റെ കുടുംബത്ത് അതിലും കൂടുതൽ സമയം കാണുന്നയാളാ. അതുകൊണ്ട്
അമ്മയുടെ പ്രയാസത്തിന്റെ കാര്യമൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. നിന്റെ അടുത്തുനിന്ന് ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒന്ന് നീ ഓർക്കണം, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയൂ. എന്റെ അമ്മയോട് ഞാൻ ഇതിലും ക്രൂരമായിട്ട് സംസാരിക്കാൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാ. എന്നാൽ ഇന്ന് അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വിഷമമുള്ള കാര്യ. ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റുകളുമായിട്ട് ഇന്നെന്റെ ജീവിതത്തിൽ എന്നെ അത് വേട്ടയാടിക്കൊണ്ടിരിക്കടാ. എന്നാൽ ഇന്ന് നിനക്ക് നിന്റെ തെറ്റുകൾ തിരുത്താനും ക്ഷമ പറയാനും നിന്റെ അമ്മ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോവാതെ നീ നിന്റെ അമ്മയോട് സ്നേഹത്തോടെ പെരുമാറാനും അവരെ ഉള്ളു തുറന്ന് സ്നേഹിക്കാനും ശ്രമിക്കടായിരുന്നോ? കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. സങ്കീർത്തനങ്ങൾ 128 അധ്യായം 1-2 വാക്യങ്ങൾ. നീ ഇതെപ്പോന്നു? നീ എന്താടാ പുറത്തിരിക്കുന്നത്? എന്താടാ? അപ്പച്ചനോട് ക്ഷമിക്കപ്പച്ച, എനിക്കിപ്പോ തന്നെ അപ്പച്ചയെ കാണണം. എന്താടാ, എന്തിനാ നീ കരയുന്നത്? അമ്മ ഓഫീസിൽ നിന്ന് വരാൻ സമയമാകുന്നല്ലേ ഉള്ളൂ. എനിക്ക് അപ്പച്ചയെ ഇപ്പൊ തന്നെ കാണണം. എടാ, നിനക്കെന്താ പറ്റിയത്? മോനെ വിനു, എന്താടാ മോനെ, നീ എന്തിനാ കരയുന്നേ? ഓ, ഇതാപ്പ കാര്യായ. അത് തന്നെയല്ല ഞാനും ചോദിക്കുന്നത്. അമ്മ ഇങ്ങ് മാറിയേ. അപ്പച്ച, അമ്മൂമ്മയോട് അപ്പച്ചൻ അങ്ങനൊന്നും സംസാരിക്കരുത്, അതൊക്കെ തെറ്റാ. അമ്മൂമ്മയുടെ മനസ്സ് അപ്പച്ചൻ വേദനിപ്പിക്കരുത്. അമ്മ എന്ത് കേക്കാൻ നിൽക്കുക? എടാ, നീ എന്തിനാ കരയണേ? അത് പറ. എടാ, എന്തിനാ കരയണേന്ന്? അപ്പച്ചനും അപ്പച്ചനോട് ക്ഷമിക്കണം. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിന് ഒരു സാറ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. ആ സാറ് മാതാപിതാക്കളെ എങ്ങനെ കരുതണമെന്നും സ്നേഹിക്കണമെന്നും ക്ലാസ് എടുത്തു. അപ്പച്ച, അത് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഞാൻ എന്റെ അപ്പച്ചനെ അമ്മച്ചെ എന്തുമാത്രം ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്ന്. ആ സാറ് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ഒരമ്മ മക്കളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എന്ത് തെറ്റും ക്ഷമിക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്ക് മാത്രമാണെന്നും ആ സാറ് പറഞ്ഞു. ആ സാറിന്റെ വാക്കുകൾ ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുക. എന്റെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങളെ എത്രമാത്രം ദുഃഖിപ്പിച്ചിട്ടുണ്ടെന്നും വേദനിപ്പിച്ചിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായത്. ഇനി ഞാനൊരിക്കലും എന്റെ അപ്പച്ചനെ അമ്മച്ചിയെ വേദനിപ്പിക്കുകയില്ല. എടാ മോനെ, അപ്പച്ച, ആ ഫോണ് തന്നെ. ഞാനെന്ന് അപ്പച്ചിയെ വിളിക്കട്ടെ. ഹലോ അപ്പച്ചി, ഞാനാ വീരു. അപ്പച്ചി എവിടാ? അപ്പച്ചി, അപ്പച്ചി, എനിക്കൊന്ന് കാണണം അപ്പച്ചിയെ. അപ്പച്ചി, അപ്പച്ചി. എല്ലാത്തിനും മാപ്പ്. എന്നോട് ക്ഷമിക്കമ്മേ.
നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. തോബിത്ത് 4-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും തൃപ്തി. വചനം ദൈവത്തിൻ വചനം, വചനം ദൈവത്തിൻ വചനം.